ഹലോ ഹാപ്പി സോൾസ്. സെൽഫ് ലവ് ചലഞ്ചിന്റെ 14ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളെ ഏവരെയും സന്തോഷത്തോടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത് അങ്ങനെ തന്നെയാണ് എന്ന് എനിക്കറിയാം. സ്ഥിരമായി വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഡേ 1 കയറിയ ആളല്ല നിങ്ങളിപ്പോൾ ഡേ 14 നിൽക്കുന്നതെന്ന് പൂർണ്ണമായും എനിക്കറിയാം. കാര്യം സ്വസ്തിയുടെ പലതരത്തിലുള്ള പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്യുന്ന ഹാപ്പി സോൾസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാജിക്കൽ റിസൾട്ട്സിൻ്റെ ബേസിലാണ് ഞാനിത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി ചെയ്യാവുന്നൊരു പ്ലാനിലാണ് ഈ ഒരു സെൽഫ് ലവ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 14, അതായത് 2 വീക്സ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ബ്യൂട്ടിഫുൾ, അമേസിങ് 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 എനിക്കൊന്നും പറയാനായിട്ടില്ല. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് സെൽഫ് ലവ് ചലഞ്ച് 14ാമത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഹാൻഡ് ലൈക്ക് ദിസ് ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഡേ 14 നിൽക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കും. എന്തായിരിക്കും ഞാനെന്ന് പറയാൻ പോകുന്നത്, അതിൽ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങളിപ്പോൾ എക്സൈറ്റഡ് ആയിരിക്കും. ഡേ 13 വരെയുള്ള റിസൾട്ടുകൾ ഒത്തിരി പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നവരുണ്ട്, സ്വസ്തിയിലേക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട്. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷന് വളരെയധികം സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. അപ്പോൾ ഡേ 14 നമ്മൾ ഒരു തിരിഞ്ഞു നോട്ടമാണ്. ഡേ 14 നമ്മൾ സെക്കൻഡ് വീക്കിനെ കംപ്ലീറ്റ്ലി ഒന്ന് റിവ്യൂ ചെയ്യുകയാണ്. സെക്കൻഡ് വീക്കിൽ ശരിക്കും വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഡേ സെക്കൻഡ് വീക്കിൽ ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്കറിയാം. കാര്യം കുറച്ചുകൂടെ ഡീപ്പർ ലെവലിലേക്ക്, മിറർ വർക്കിൻ്റെ കുറച്ചുകൂടി ഡീപ്പർ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഡേ സെക്കൻഡ് വീക്ക് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചിരുന്നത്. അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നർ ചൈൽഡാണ്. ഡേ 8 and 9 നമ്മൾ ഇന്നർ ചൈൽഡിന് ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരാളുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്തവരുണ്ടായിരിക്കും. നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ഇതൊക്കെ കേട്ട് പ്രാക്ടീസൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞ ഒരാൾ നമ്മളുടെ ഉള്ളിലുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ മിക്കവാറും 99% ആൾക്കാർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്നർ ചൈൽഡിനെ കണ്ടെത്തി, ഇന്നർ ചൈൽഡിനെ സ്നേഹിച്ച്, ഇന്നർ ചൈൽഡിനോട് സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഇന്നർ ചൈൽഡിനോട് സംസാരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും സങ്കടത്തിൻ്റെയും വിഷമത്തിൻ്റെയും പരാതികളുടെയും വേദനകളുടെയും ഒക്കെ ഒരു നോട്ട് പുസ്തകമായിരിക്കാം ചിലപ്പോൾ ഇന്നർ ചൈൽഡ് തുറന്നിരിക്കുന്നത്. ഇനി ചിലപ്പോൾ ഇന്നർ ചൈൽഡിനെ കണ്ടുപോലും കിട്ടാത്തവരുണ്ടായിരിക്കും. സാരമില്ല, ഇറ്റ് ടേക്സ് ടൈം. നമ്മൾ കുറച്ച് സമാധാനത്തോടെ ശ്രദ്ധയോടെ എല്ലാ ദിവസവും അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങളിലേക്ക് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് കണക്ട് ചെയ്ത് വരും. എനിക്കും ആദ്യമൊക്കെ ചെയ്ത സമയത്ത് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇന്നർ ചൈൽഡിനോട് കണക്ട് ചെയ്യാനായിട്ട്, ഉള്ളിൽ നിന്ന് ആ ഒരു ഇമോഷൻസ് ഒക്കെ വരാനായിട്ട് എനിക്ക് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊട്ടും വിഷമിക്കേണ്ട. നമുക്കത് സമയം എടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്ത് തന്നെ നമുക്ക് ആ ഒരു ഇന്നർ ചൈൽഡിനോട് റീബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ദിവസം നമ്മൾ ബോഡിയും നമ്മുടെ തോട്ട്സും തമ്മിൽ എത്രമാത്രം റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ഓരോ ചിന്തകളുടെയും റിഫ്ലക്ഷനാണ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ശരീരത്തെ അതെങ്ങനെ ആയിക്കോട്ടെ, ഏത് സൈസിൽ, ഏത് അളവിൽ, എങ്ങനെ ആയിക്കോട്ടെ അതിനെ അതുപോലെ തന്നെ സ്നേഹിക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാനും നമ്മളുടെ ശരീരത്തിലെ ഓരോ സങ്കീർണമായ പ്രവർത്തനങ്ങളെ ഓർത്ത് കഴിഞ്ഞ് നമുക്ക് നന്ദിയോടല്ലാതെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഡേ 10 നമ്മൾ അതാണ് ചെയ്തത്. ഡേ 11 and ഡേ 12, ഡേ 13 നമ്മൾ കുറേ ഇമോഷൻസിനെയാണ് ഡീൽ ചെയ്തത്. നമ്മളുടെ ഫിയറിനെയും ആങ്കറിനെയും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമായിരുന്നു. ഫിയറിനെയും ആങ്കറും വളരെ നമുക്ക് ദോഷം ചെയ്യുന്ന കുറച്ച് ഇമോഷൻസിൽ 2 പേരാണ് പിന്നെ ആങ്കറും ഫിയറും എന്ന് പറയുന്നത്. അപ്പോൾ അവരെ എങ്ങനെ പൂർണ്ണമായും നമുക്കതൊന്ന് വരുതിയിലാക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞത്. പിന്നീട് ഡേ 13 നമ്മൾ പോയത് ഹൗ യു സ്റ്റാർട്ട് യുവർ ഡേ. നമ്മളൊരു ദിവസത്തെ വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി കാണാനായിട്ട് നിങ്ങൾ തുടങ്ങി. അപ്പോൾ ഇന്നൊരു ദിവസം മുഴുവൻ നിങ്ങൾ എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇന്നലത്തെ ഡേ 13 നിങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പുതിയ ദിവസത്തെ സ്റ്റാർട്ട് ചെയ്യാനും വളരെ ആ ഒരു ഹാപ്പി ആൻഡ് എനർജറ്റിക് വൈബ്രൻറ്റ് മൂഡിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഇരിക്കാനും കണക്ട് ചെയ്യാനും ഈ സമാധാനത്തിലാവാനും ഒക്കെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവും. ഇനിയും ഡേ 14 വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് നമ്മൾ ഇന്നർ ചൈൽഡിനോട് സംസാരിക്കാൻ പോവാണ്. സോ ഹാപ്പി, വളരെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മൂഡിൽ വേണം നിങ്ങൾ അവിടെ നിൽക്കാനായിട്ട്. ഇന്നർ ചൈൽഡിനെ കണ്ടിട്ട് ഇന്നർ ചൈൽഡിനോട് സംസാരിക്കണം. ഡിയർ ബേബി, ഐ ലവ് യു സോ മച്ച്. ഞാൻ നിന്നെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു. മൈ ഇന്നർ ചൈൽഡ്, ഐ ആം വിത്ത് യു. യു ആർ സേഫ്. ഓൾ ഈസ് വെൽ. എവറിഥിങ് ഈസ് വർക്കിംഗ് ഔട്ട് ഫോർ മൈ ഹൈസ്റ്റ് ഗുഡ്.
ഔട്ട് ഓഫ് ദിസ് സിറ്റുവേഷൻ ഓൺലി ഗുഡ് വിൽ കം. ഐ ആം സേഫ് ആൻഡ് ഐ ആം റെഡി ടു റിലീസ് ഓൾ മൈ ഫിയേഴ്സ്, ഓൾ മൈ ആങ്കർ. എൻ്റെ എല്ലാ പേടികളെയും എൻ്റെ എല്ലാ ദേഷ്യത്തെയും റിലീസ് ചെയ്യാൻ ഞാൻ കംപ്ലീറ്റ്ലി റെഡിയാണ്. സോ ഐ ലവ് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നർ ചൈൽഡിനെ കെട്ടിപ്പിടിച്ച് ആ ഒരു ഇമോഷൻ ഫീൽ ചെയ്തുകൊണ്ട് കുറച്ച് സമയം കണ്ണാടിയുടെ മുമ്പിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് നിൽക്കുക. അതോടൊപ്പം തന്നെ ഇന്നൊരു വളരെ വലിയ മൈൽ സ്റ്റോൺ ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, ഡേ 14. സോ അതുകൊണ്ട് കുറച്ച് സമയം നിങ്ങളോട് സ്പെൻഡ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾക്കൊരു കുഞ്ഞു ക്യൂട്ട് ലിറ്റിൽ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക. 2ാമത്തെ ആഴ്ച വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് 3ാമത്തെ ആഴ്ചയെ നമ്മൾ വെൽക്കം ചെയ്യാനായിട്ടും പോകുന്നതിന്. സോ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡേ 13 വരെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഡേ 1 തൊട്ട് പ്രാക്ടീസ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ. അതുപോലെ തന്നെ സ്വസ്തിയുടെ ഹോപ്പനോപ്പനോ ഹീലിംഗ് ആൻഡ് ഡിവൈൻ ഫെമിനിൻ പ്രോഗ്രാമുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് താഴെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്, നമ്മളോട് കണക്ട് ചെയ്യാം. സോ ലവ് യുവർ സെൽഫ്, ലവ് അതേഴ്സ് ആൻഡ് ലവ് ദ പ്ലാനറ്റ്. സർവ്വപ്രപഞ്ചത്തിനും സ്വസ്തി.